ഖുർആൻ ക്ലാസ്സിൽ സൂറത്തുൽ അൻഫാലിലെ 58 മുതലുള്ള വാക്യങ്ങളാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത്. 57-ാമത്തെ വാക്യം അതിനോടനുബന്ധിച്ച് ഇബ്നു കസീർ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹമ്മദ് നബി മറ്റ് പ്രവാചകന്മാരിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്തിൽ നിന്ന് അദ്ദേഹം നേടിയെടുത്ത പ്രധാന സവിശേഷ ആനുകൂല്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. മുഹമ്മദിനെ ഒരു ഭീകരവാദിയായിട്ട് ലോകം കണ്ടു എന്നും മുഹമ്മദ് എന്ന് കേൾക്കുമ്പോഴേക്ക് ലോകത്താകെ മനുഷ്യർ പേടിച്ച് വിറച്ചു എന്നും അത് കഴിഞ്ഞ് മുഹമ്മദിന് കൊള്ള മുതൽ ഹലാലാക്കി കൊടുത്തു എന്നും അതുപോലെ മണ്ണ് കൊണ്ട് ശരീരം ശുദ്ധിയാക്കാൻ മുഹമ്മദിന് മാത്രം പ്രത്യേക അനുവാദം കൊടുത്തു എന്നും മുഹമ്മദിന് പരലോകത്ത് അള്ളാഹുവിൻ്റെ അടുത്ത് റെക്കമെൻഡ് നടത്തിക്കൊണ്ട് അഴിമതി കാണിക്കാൻ അനുവാദം കൊടുത്തു എന്നൊക്കെ പറയുന്ന കോമഡികൾ അല്ലെങ്കിൽ ട്രാജഡികളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് ചർച്ച ചെയ്തത്. ഇനി 58-ാമത്തെ വാക്യം, വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന് നീ ഭയപ്പെടുന്ന പക്ഷം തത്തുല്യമായി നീ അവരിലേക്ക് എറിഞ്ഞു കൊടുത്തേക്കുക. തീർച്ചയായും അള്ളാഹു വഞ്ചകന്മാരെ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹുവിൻ്റെ പേരിൽ മുഹമ്മദ് പുതിയ കുതന്ത്രം പ്രയോഗിക്കുകയാണ്. ഇങ്ങോട്ട് ചതിക്കാൻ സാധ്യതയുള്ളവർ എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അങ്ങോട്ട് ചതിക്കാനുള്ള പദ്ധതി ഇടുകയാണ്. ഇത് മദീനയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന ജൂതഗോത്രങ്ങളെ ചതിയിൽ ആക്രമിക്കാനുള്ള മുന്നൊരുക്കമാണ് എന്നാണ് ഖുർആൻ്റെ വ്യാഖ്യാനങ്ങളും ഇതിൻ്റെ അനുബന്ധമായിട്ടുള്ള കഥകളുമൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഔസ് ഖസ്റജ് എന്നീ മദീന ഗോത്രക്കാർ അവിടെ ഉണ്ടായിരുന്ന ജൂത ഗോത്രക്കാരുമായി നല്ല സഹകരണത്തിലും സഖ്യത്തിലുമായിരുന്നു. അവരെ തമ്മിൽ തെറ്റിക്കുക എന്നതാണ് മുഹമ്മദിൻ്റെ അടുത്ത ലക്ഷ്യം. ബദർ യുദ്ധത്തോടുകൂടി മക്കക്കാരെ ഭീതിപ്പെടുത്താനും മക്കയിലെ 10-70 പേരെ കൊന്നൊടുക്കിക്കൊണ്ട് മക്കയെ താൻ ഇനി വെറുതെ വിടാൻ പോകുന്നില്ല എന്ന സന്ദേശം അവർക്ക് നൽകിക്കൊണ്ട് മുഹമ്മദ് തൻ്റെ ഭീകരത വിജയകരമായി ആരംഭിച്ചു. അടുത്ത ഘട്ടം മദീനയിലുള്ള മുഹമ്മദിനെ അംഗീകരിക്കാൻ തയ്യാറാവാത്ത ജൂതഗോത്രങ്ങളെ ആക്രമിക്കുക എന്നതാണ്. അവരെ നാടുകടത്തുകയോ കൊന്നൊടുക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ ഭൂമിയും അവരുടെ സമ്പത്തും പിടിച്ചെടുക്കുക എന്നതാണ് മുഹമ്മദിൻ്റെ മനസ്സിലുള്ള അടുത്ത പദ്ധതി. അതിന് മദീനയിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് മുഹമ്മദുമായി സഖ്യത്തിലും ഉടമ്പടിയിലും ചേർന്ന മദീനക്കാരായ ഔസ് ഖസ്റജ് ഗോത്രക്കാർ ഈ ജൂതഗോത്രക്കാരുമായി ഉണ്ടായിരുന്ന സൗഹൃദവും സഖ്യവും സഹകരണവുമാണ്. അതിനെ തകർത്തുകൊണ്ട് അവരെ ചതിക്കാൻ, സ്വന്തം കൂടെ വന്നവരെ ചതിക്കാനും അവരുമായി സഖ്യത്തിലുണ്ടായിരുന്ന ജൂതന്മാരെ ചതിക്കാനും അവരെ പ്രേരിപ്പിക്കാനുമാണ് മുഹമ്മദ് ഇനി ശ്രമം നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഈ കാര്യം. വല്ല ജനവിഭാഗത്തിൽ നിന്നും വഞ്ചനയുണ്ടാകുമെന്ന് നീ ഭയപ്പെടുന്ന പക്ഷം തത്തുല്യമായി നീ അവരിലേക്ക് എറിഞ്ഞു കൊടുത്തേക്കുക. തീർച്ചയായും അള്ളാഹു വഞ്ചകന്മാരെ ഇഷ്ടപ്പെടുകയില്ല. അള്ളാഹു ആണ് വഞ്ചകന്മാരിൽ വെച്ച് ഏറ്റവും വലിയ വഞ്ചകൻ, മാക്രികളിൽ വെച്ച് ഏറ്റവും വലിയ മാക്രി അള്ളാഹു ആണ് എന്ന് ഇതേ അധ്യായത്തിൽ തൊട്ട് മുമ്പ് നമ്മൾ വായിച്ചു. ഇവിടെ അള്ളാഹുവിന് വഞ്ചകന്മാരെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വഞ്ചിക്കാൻ സാധ്യതയുള്ളവർ അങ്ങോട്ട് വഞ്ചിച്ചോളൂ, എറിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. വഞ്ചന എടുത്ത് എറിഞ്ഞോളൂ എന്നാണ് പറയുന്നത്. ചതി പ്രയോഗിക്കാൻ വേണ്ടി മുഹമ്മദ് ആഹ്വാനം ചെയ്യുകയാണ്. സ്വന്തം കൂടെ നിന്നവരെ അവരുടെ സഖ്യകക്ഷികളുമായിട്ട് തെറ്റിക്കാനും എന്നിട്ട് ഇവരെയും കൂടെ കൂട്ടിയിട്ട് അവരെ ആക്രമിച്ചുകൊണ്ട് ഒരു കൊലച്ചതി ചെയ്യാനും മുഹമ്മദ് ആസൂത്രണം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് മുഹമ്മദിൻ്റെ കുരുട്ട് ബുദ്ധിയിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുള്ള നീചമായ ഒരു വചനമാണ് ഇപ്പോൾ നമ്മൾ ഈ വായിച്ചത്. 59, സത്യനിഷേധികളായ ആളുകൾ തങ്ങൾ അതിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ധരിച്ചു പോകരുത്. തീർച്ചയായും അവർക്ക് തോൽപ്പിക്കാനാവില്ല. കാഫറുകൾ തങ്ങൾ അതിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് ധരിച്ചു പോകരുത്. തീർച്ചയായും അവർക്ക് തോൽപ്പിക്കാനാവില്ല. 60, അവരെ നേരിടാൻ വേണ്ടി നിങ്ങളുടെ കഴിവിൽപ്പെട്ട എല്ലാ ശക്തിയും കെട്ടി നിർത്തിയ കുതിരകളെയും നിങ്ങൾ ഒരുക്കുക. അത് മുഖേന അള്ളാഹുവിൻ്റെയും നിങ്ങളുടെയും ശത്രുവേയും അവർക്ക് പുറമെ നിങ്ങൾ അറിയാത്തവരും അള്ളാഹു അറിയുന്നവരുമായ മറ്റു ചിലരെയും നിങ്ങൾ ഭയപ്പെടുത്തുവാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഏതൊരു വസ്തു ചെലവഴിച്ചാലും നിങ്ങൾക്കതിൻ്റെ പൂർണ്ണമായ പ്രതിഫലം നൽകപ്പെടും. നിങ്ങളോട് അനീതി കാണിക്കപ്പെടുന്നതല്ല. ഇത് ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് പറഞ്ഞതാണോ അതിന് ശേഷം അടുത്ത പരിപാടിക്കുള്ള ഒരുക്കം എന്ന നിലക്ക് പറഞ്ഞതാണോ എന്നൊന്നും വ്യക്തമല്ല. ഇവിടെ ഒന്നും ശരിയായ സബബുൻ നുസൂൽ ആരും പറയുന്നില്ല.
പൊതുവിൽ ബദർ യുദ്ധത്തിൻ്റെ സമയത്ത്, ബദർ യുദ്ധം കഴിഞ്ഞ ഉടനെ എന്നൊക്കെയാണ് ഈ അധ്യായത്തിൻ്റെ വ്യാഖ്യാനങ്ങളിൽ നിന്ന് സന്ദർഭമായി നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും മുഹമ്മദിൻ്റെ മനസ്സിൽ മക്കക്കാരെ കൊലപ്പെടുത്തുകയും തടവുകാരായി പിടിച്ചവരോട് ക്രൂരമായ അക്രമം പ്രവർത്തിച്ച് മറ്റുള്ളവർക്ക് അതൊരു പാഠമാക്കി മറ്റുള്ളവരെ ഭീതിപ്പെടുത്താൻ അത് ഉപകരിക്കുന്ന രീതിയിൽ ക്രൂരത പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് മക്കക്കാർക്ക് നേരെയുള്ള ഈ ആക്രമണം നമ്മൾ വിജയിക്കും, ശത്രുക്കൾ തോൽക്കും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മക്കക്കാർക്കെതിരെ മാത്രമല്ല മറ്റു പലർക്കും, നിങ്ങൾക്കറിയാത്ത അള്ളാഹുവിനറിയുന്ന മറ്റു പലർക്കും എന്നാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ മദീനക്കാരുടെ മനസ്സിൽ ഇതുവരെ ഇല്ലാതിരുന്ന ചില ശത്രുക്കളെ മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് ഈ നിഗൂഢത പുറത്തുവിടുകയാണ്. ഇവിടെയൊക്കെ മുഹമ്മദിൻ്റെ മനസ്സിൽ ജൂതന്മാരെ കൊല്ലണം എന്ന ചിന്തയാണ് ഉണ്ടായിരുന്നത്. മദീനയിലെ ജൂതഗോത്രങ്ങളെ ആയിരിക്കും അടുത്ത കൊള്ളയ്ക്ക് മുഹമ്മദ് ഇരയാക്കുന്നത് എന്ന് മുഹമ്മദ് തീരുമാനിക്കുകയും അത് പതുക്കെ പതുക്കെ അനുയായികളെ ബോധ്യപ്പെടുത്തുന്ന തരത്തിൽ ഓരോ വെളിപാടുകൾ ഇറക്കി അള്ളാഹുവിൻ്റെ പേരിൽ അവതരിപ്പിക്കുകയാണ് മുഹമ്മദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അത് നിങ്ങൾക്ക് പൂർണ്ണമായ പ്രതിഫലം കിട്ടും. ഇത് യുദ്ധത്തിന്, അക്രമത്തിന് പോവാൻ ആവശ്യമായിട്ടുള്ള ധനം അനുയായികളിൽ നിന്ന് പിരിച്ചെടുക്കുന്നതിന് വേണ്ടി മുഹമ്മദ് പ്രയോഗിച്ച തന്ത്രമാണ്. നിങ്ങൾ യുദ്ധത്തിന് പോകാൻ ഇത്ര സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, ഇത്ര ഒട്ടകം തന്നാൽ, ഇത്ര കുതിര തന്നാൽ, ഇത്ര പൈസ തന്നാൽ അതിനൊക്കെ പ്രതിഫലം നിങ്ങൾക്ക് അവിടെ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിപ്പിക്കുകയാണ്. യുദ്ധത്തിന് ഒരുങ്ങി ശത്രുക്കളെ പേടിപ്പിക്കാനും പിന്നെ നിങ്ങൾക്കൊന്നും അറിയാത്ത വേറെ ചില കൂട്ടരെ പേടിപ്പിക്കാനും വേണ്ടി നിങ്ങൾ കുതിരകളെയൊക്കെ ഒരുക്കിക്കോ, നിങ്ങളെ എതിരാളികൾ തോൽക്കാൻ പോവുകയാണ്, നിങ്ങളാണ് ജയിക്കാൻ പോകുന്നത്, ഇതിനു വേണ്ടി നിങ്ങൾ എന്തൊക്കെ ഇറക്കിയാലും എന്തൊക്കെ സഹായങ്ങൾ നൽകിയാലും അതിനൊക്കെ പ്രതിഫലം അവിടെ വേറെ കിട്ടും എന്നൊക്കെ പറഞ്ഞ് മുഹമ്മദ് അനുയായികളെ ഒരുക്കുകയാണ്. ഇത് ബദർ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞതാണെങ്കിൽ ബദർ യുദ്ധത്തിനെ ഒരുക്കുമ്പോൾ തന്നെ മക്കക്കാരെ മാത്രം തോൽപ്പിക്കാനല്ല, മറ്റു പലരെയും പേടിപ്പിക്കാനും കൂടെ മുഹമ്മദ് ഉദ്ദേശിച്ചിരുന്നു എന്നാണ് അർത്ഥം. അതല്ല ബദർ യുദ്ധം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ അടുത്ത യുദ്ധത്തിന്, അടുത്ത കൊള്ളയ്ക്കൊരുങ്ങിക്കോ, നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്ത, നിങ്ങൾക്കറിയാത്ത ചില ആൾക്കാരെ നമ്മൾ ആക്രമിക്കാൻ പോവുകയാണ്, ചിലർ നിങ്ങളെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അങ്ങനെയുള്ളവരെ നിങ്ങൾ മുൻകൂട്ടി അങ്ങോട്ട് ചതിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടുത്ത കൊള്ളയ്ക്കുള്ള ഒരുക്കം ബദർ കഴിഞ്ഞ ഉടനെ തന്നെ നടത്തുന്നതാണ്. ഇത് ഏതാണ് സന്ദർഭം? ബദർ കഴിഞ്ഞ ഉടനെയാണോ ബദറിൻ്റെ തുടങ്ങുന്നതിന് മുമ്പാണോ എന്നൊന്നും വ്യക്തമല്ല. ഏതായാലും മുഹമ്മദ് മനസ്സിൽ എന്തൊക്കെയോ നിഗൂഢമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് തൻ്റെ അക്രമ പദ്ധതികൾക്ക് അനുയായികളെ ഒരുക്കുന്നതിന് വേണ്ടി അവതരിപ്പിച്ചതാണ് ഈ വെളിപാടുകളെല്ലാം. നിങ്ങൾ ആലോചിക്കുക, പ്രപഞ്ച സൃഷ്ടാവായ സർവശക്തനായ നീതിമാനായ ഒരു ദൈവം താനാണ് യഥാർത്ഥ ദൈവമെന്നും തന്നെയാണ് ആരാധിക്കേണ്ടതെന്നും തൻ്റെ സൃഷ്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി 13 കൊല്ലക്കാലം ഒരു നിസ്സാരമായ തെളിവ് പോലും കാണിച്ചു കൊടുക്കാതെ, അവരാവശ്യപ്പെട്ടിട്ടും കാണിച്ചു കൊടുക്കാതെ, ശിക്ഷ ഇറക്കിയിട്ടെങ്കിലും ബോധ്യപ്പെടുത്തൂ എന്ന് പറഞ്ഞിട്ട് അതുപോലും ചെയ്യാതെ മുഹമ്മദിനെ കൊണ്ട് ഇതുപോലുള്ള ചതി പ്രയോഗിച്ചുകൊണ്ട് അക്രമത്തിന് ഒരുക്കം കൂട്ടുകയാണ് പ്രപഞ്ചസൃഷ്ടാവായ ദൈവം. ആ ദൈവത്തിൻ്റെ ഒരു നീതിബോധം, ആ ദൈവത്തിൻ്റെ ഒരു ധാർമ്മിക ബോധം എത്ര ഭീകരമാണ് എന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ദൈവം പറഞ്ഞതാണെങ്കിൽ, ഇതൊക്കെ ദൈവം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും നമ്മളെ തടയുന്നത് നമ്മുടെ മനസ്സാക്ഷിയാണ്, നമ്മുടെ നീതിബോധമാണ്. ഒരിക്കലും നേരും നെറിയുമുള്ള ഒരു ദൈവം സ്വന്തം സൃഷ്ടികളോട് ഇതുപോലുള്ള കൊള്ളരുതായ്മകളും തെമ്മാടിത്തവും ചെയ്യുകയോ ചെയ്യാൻ കൂട്ടുനിൽക്കുകയോ ഇല്ല എന്നാണ് നമ്മുടെ നീതിബോധം നമ്മളോട് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇതൊന്നും ദൈവം പറഞ്ഞതല്ല മക്കളെ, ഇതൊക്കെ മുഹമ്മദ് എന്ന കുരുട്ട് ബുദ്ധിക്കാരനായ മനുഷ്യൻ സ്വന്തം അനുയായികളെ അക്രമത്തിനൊരുക്കാൻ വേണ്ടി പറഞ്ഞതാണ് എന്ന് നമ്മൾ പറയുന്നത്. 61. ഇനി അവർ സമാധാനത്തിലേക്ക് ചായ്വ് കാണിക്കുകയാണെങ്കിൽ നീയും അതിലേക്ക് ചായ്വ് കാണിക്കുകയും അള്ളാഹുവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്യുക. തീർച്ചയായും അവനാണ് എല്ലാം കേൾക്കുകയും അറിയുകയും ചെയ്യുന്നവൻ. ഇവിടെ സമാധാനത്തിലേക്ക് ചായ്യുക എന്ന് പറഞ്ഞാൽ മുഹമ്മദിന് സമ്പൂർണ്ണമായി കീഴടങ്ങാനും മുഹമ്മദിൻ്റെ മതം സ്വീകരിക്കാനും അവരുടെ സ്വത്തുക്കളെല്ലാം മുഹമ്മദിന് കൊടുക്കാനും അതല്ലെങ്കിൽ സമ്പൂർണ്ണമായി കീഴടങ്ങി ജീവിക്കാനും തയ്യാറാവുകയാണെങ്കിൽ അവരോട് ഔദാര്യം കാണിച്ചോളൂ എന്നാണ് പറയുന്നത്. ഇതും ഏത് സന്ദർഭത്തിൽ പറഞ്ഞതാണ് എന്ന് വ്യക്തമല്ല. ഇത്
ബദറിൻ്റെ സന്ദർഭത്തിൽ പറഞ്ഞതാണോ പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം മക്ക കീഴടക്കിയ സമയത്ത് പറഞ്ഞതാണോ എന്നൊന്നും വ്യക്തമല്ല. വ്യാഖ്യാതാക്കൾ അങ്ങനെ പലതും പറഞ്ഞു പോകുന്നുണ്ട്. 62 ഇനി അവർ നിന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും നിനക്ക് അല്ലാഹു മതി. അവനാണ് അവൻ്റെ സഹായം മുഖേനയും വിശ്വാസികൾ മുഖേനയും നിനക്ക് പിൻബലം നൽകിയവൻ. മദീനയിലെ ജൂതഗോത്രങ്ങളെ ആക്രമിക്കാൻ മുഹമ്മദ് പദ്ധതിയിടുകയും അതിൻ്റെ സൂചനകൾ മദീനക്കാർക്കും സ്വന്തം അനുയായികൾക്കും നൽകുകയും ചെയ്ത സമയത്ത് വലിയ ആശയക്കുഴപ്പങ്ങളും എതിർപ്പുകളും അവിടെ ഉണ്ടായി. കാരണം ഈ മദീനയിലെ ഔസ് ഖസ്റജ് ഗോത്രക്കാരും മദീനയിലുണ്ടായിരുന്ന ജൂതഗോത്രക്കാരും തമ്മിൽ അത്രയും നല്ല ബന്ധത്തിലായിരുന്നു. ഒരു കാരണവും കൂടാതെ ഈ മുഹമ്മദിൻ്റെ മതം വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല എന്ന ഒരൊറ്റ കാരണത്താൽ ആ ജൂതന്മാരെ ആക്രമിക്കാനും കൊള്ള ചെയ്യാനും കൂട്ടക്കൊല ചെയ്യാനും മദീനക്കാർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരെ താല്പര്യമില്ലായ്മയുടെ പേരിൽ അവരെ കുറ്റപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് അവരുടെ സഹായമാണ് വേണ്ടതെങ്കിൽ ഇനി അതിൻ്റെ ആവശ്യമില്ല, നിങ്ങൾക്ക് സഹായിക്കാൻ അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജൂതന്മാരിൽ നിന്നും ഈ മദീനക്കാരെ അകറ്റാൻ ശ്രമിക്കുകയാണ് മുഹമ്മദ്. ജൂതന്മാരെ സഹായം ഇനി സ്വീകരിക്കേണ്ടതില്ല, അവർ നിങ്ങളെ ചതിക്കാൻ പോകുന്നവരാണ് എന്നൊക്കെ നുണ പറഞ്ഞുകൊണ്ട് അവരെ അങ്ങോട്ട് ചതിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ് മുഹമ്മദ്. അവർ നിന്നെ വഞ്ചിക്കാൻ ഉദ്ദേശിക്കുന്ന പക്ഷം തീർച്ചയായും നിനക്ക് അല്ലാഹു മതി. അവനാണ് അവൻ്റെ സഹായം മുഖേനയും വിശ്വാസികൾ മുഖേനയും നിനക്ക് പിൻബലം നൽകിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ. നിങ്ങളാരും എന്നെ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ എന്നെ വഞ്ചിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്കിപ്പോഴും ജൂതന്മാർ മാത്രം മതിയെങ്കിൽ എനിക്ക് അല്ലാഹു ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് രംഗം. ഇവിടെയും സന്ദർഭം വ്യക്തമല്ല. ഏത് സന്ദർഭത്തിലാണ് ഇത് പറഞ്ഞത് എന്ന് വ്യാഖ്യാനങ്ങളിൽ നിന്ന് കിട്ടുന്നില്ല. ബദറിൻ്റെ സന്ദർഭമാണോ, അതിനെ തുടർന്ന് ജൂതന്മാരെ ആക്രമിക്കാൻ പോകുന്ന സന്ദർഭമാണോ, അതോ വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ പറഞ്ഞതാണോ ഒന്നും വ്യക്തമല്ല. 63 അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ അവൻ ഇണക്കിച്ചേർക്കുകയും ചെയ്തിരിക്കുന്നു. ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാൽ പോലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ ഇണക്കിച്ചേർക്കാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. എന്നാൽ അല്ലാഹു അവരെ തമ്മിൽ ഇണക്കിച്ചേർത്തിരിക്കുന്നു. തീർച്ചയായും അവൻ പ്രതാപിയും യുക്തിമാനുമാകുന്നു. നിനക്കും നിന്നെ പിൻപറ്റിയ സത്യവിശ്വാസികൾക്കും അല്ലാഹു തന്നെ മതി. ഇത് ഔസ് ഖസ്റജ് ഗോത്രക്കാർ ജൂതന്മാരെ ആക്രമിക്കുന്നതിന് വൈമനസ്യം കാണിച്ച സന്ദർഭത്തിൽ മുഹമ്മദ് അവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും കൂടെയുള്ള മുഹാജിറുകളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടും പറയുന്ന കാര്യങ്ങളാണ്. മാത്രമല്ല ഇവിടെ മുഹമ്മദ് ബ്ലാക്ക് മെയിലിങ്ങിന് ശ്രമിക്കുകയാണ്. ഔസ് ഖസ്റജ് ഗോത്രക്കാരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ എത്രയോ കാലമായിട്ട് പരസ്പരം ശത്രുക്കളായിരുന്നില്ലേ? നിങ്ങൾ ദരിദ്രരായിരുന്നില്ലേ? നിങ്ങളെ ഇണക്കിച്ചേർത്തുകൊണ്ട് നിങ്ങളെ ഒന്നാക്കിയത് ഞാനല്ലേ എന്നാണ് മുഹമ്മദ് ഇവിടെ പറയുന്നത്. ഇവിടെ ഞാനല്ല, അല്ലാഹു എന്ന് പറഞ്ഞുകൊണ്ട് ഔസ് ഖസ്റജ് ഗോത്രക്കാർ പരസ്പര ശത്രുക്കളായി കഴിഞ്ഞുകൂടിയുന്ന ആ ഗോത്രക്കാരെ ഒരുമിപ്പിച്ചതും ഐക്യപ്പെടുത്തിയതും അല്ലാഹു അല്ലേ? പിന്നെ നിങ്ങൾക്ക് ഇനി സഹായത്തിന് എന്തിനാണ് ജൂതന്മാർ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അങ്ങനെ അവരെ ഐക്യപ്പെടുത്തിയ എന്നതിൻ്റെ പേരിൽ അതിൻ്റെ ക്രെഡിറ്റ് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ പേരിൽ അത് അവതരിപ്പിച്ചുകൊണ്ട് ജൂതന്മാർക്കെതിരെ മദീനക്കാരെ തിരിച്ചുവിടാനുള്ള ശ്രമമാണ്. ഇനിയും നിങ്ങൾ എന്നെ വഞ്ചിക്കുകയാണെങ്കിൽ, ഇനിയും നിങ്ങൾ ജൂതന്മാരെ പിന്നാലെ പോവുകയാണെങ്കിൽ എനിക്ക് അല്ലാഹു മതി കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നതാണ് സന്ദർഭം. ഇനി 65, 66 വാക്യങ്ങളാണ് വായിക്കുന്നത്. നീ വിശ്വാസികളെ യുദ്ധത്തിന് പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 20 പേരുണ്ടായിരുന്നാൽ 200 പേരെ അവർ ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 100 പേരുണ്ടായിരുന്നാൽ കാഫറുകളിൽ നിന്ന് 1000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അവർ കാര്യം ഗ്രഹിക്കാത്ത ഒരു ജനവിഭാഗമാണ് എന്നതുകൊണ്ടത്രേ അത്. ഇത് ബദർ യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് പിരികയറ്റാൻ വേണ്ടി പറഞ്ഞതാണ്. ആദ്യം പറഞ്ഞ് നിങ്ങൾ 20 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 200 ആളെ ശരിപ്പെടുത്താൻ കഴിയും. നിങ്ങൾ 10 ആളുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 ആളെ ശരിപ്പെടുത്താൻ കഴിയും. 100 പേരുണ്ടെങ്കിൽ 1000 പേരെ ജയിച്ചടക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ 10 ഇരട്ടിയാണ് നിങ്ങൾക്ക് വിജയിക്കാനുള്ള ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് പിരികയറ്റാണ് ആര്? പ്രപഞ്ച സൃഷ്ടാവായ പടച്ചോൻ. ഇത് പറഞ്ഞുകൊണ്ട് അവർ എത്ര ആളുണ്ടോ അതിൻ്റെ 10-1 ആൾക്കാർ നിങ്ങൾ യുദ്ധത്തിനിറങ്ങിയാൽ മതി, എന്നാലും നിങ്ങൾ ജയിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് അവരെ പിരികേറ്റി യുദ്ധത്തിനിറക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിനെ
അനുയായികൾ എതിർത്തു. അനുയായികൾ എതിർത്തിട്ട് പറഞ്ഞു, അതൊന്നും കഴിയില്ല, 10 ആൾക്ക് 100 ആളെയൊന്നും ജയിക്കാൻ കഴിയില്ല, 20 ആൾക്ക് 200 ആളെയൊന്നും കൊല്ലാൻ കഴിയില്ല, ഞങ്ങളെക്കൊണ്ട് അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്നോട്ട് നിൽക്കുകയും തർക്കിക്കുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു ഇതിൻ്റെ എണ്ണം കുറച്ച് കൂട്ടിക്കൊടുത്തു. അടുത്ത വാക്യം നോക്കൂ. ഇപ്പോൾ അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ച് തന്നിരിക്കുന്നു, നിങ്ങളിൽ ബലഹീനത ഉണ്ടെന്നവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോഴാണ് അറിഞ്ഞത്, നേരത്തെ അറിയില്ല സർവജ്ഞാനിക്ക്. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചടക്കാവുന്നതാണ്. 10ന് 100 എന്ന് പറഞ്ഞ ആളിപ്പോൾ 1ന് 2 എന്ന രീതിയിലേക്ക് റേഷ്യോ വ്യത്യാസപ്പെടുത്തി കൊടുക്കുകയാണ്. എപ്പോഴാണ് അവർ തർക്കിച്ചു, അങ്ങനെയൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് തർക്കിച്ച സമയത്ത്, ഇപ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്, നിങ്ങൾ ബലഹീനരാണെന്ന് എനിക്ക് മനസ്സിലായിക്കണ്, അതുകൊണ്ട് ഞാൻ അതിൻ്റെ റേഷ്യോ കുറച്ച് തരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയാണ്, അള്ളാഹു നിങ്ങൾക്ക് ഭാരം കുറച്ച് തന്നിരിക്കുന്നു, നിങ്ങളിൽ ബലഹീനതയുണ്ടെന്നവൻ അറിയുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ നിങ്ങളുടെ കൂട്ടത്തിൽ ക്ഷമാശീലരായ 100 പേരുണ്ടായിരുന്നാൽ അവർക്ക് 200 പേരെ ജയിച്ചടക്കാവുന്നതാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ 1000 പേരുണ്ടായിരുന്നാൽ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം 2000 പേരെ അവർക്ക് ജയിച്ചടക്കാവുന്നതാണ്. അള്ളാഹു ക്ഷമാശീലരോടൊപ്പമാകുന്നു. അള്ളാഹുവിന് യാതൊരു തലയും പാലും ഇല്ല എന്നുള്ളത് ഇതിന് മനസ്സിലാവുക. പ്രായോഗികമല്ലാത്ത ഒരു ബടായി ആദ്യം അങ്ങോട്ട് പറയുക, എന്നിട്ട് നാട്ടുകാർ അതൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് കുറ്റം പറയുമ്പോൾ അതിൻ്റെ റേഷ്യോ കുറച്ച് കൊടുക്കുക. ആദ്യം 1ന് 10 എന്ന കണക്കിൽ നിങ്ങൾക്ക് യുദ്ധം ചെയ്താൽ ജയിക്കുമെന്ന് പറഞ്ഞ സർവശക്തനായ അള്ളാഹു മലക്കളയും കൊണ്ട് വന്ന ആളാണ്. ജിബ്രീലും മീക്കായിലും മലക്കളൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് മൂപ്പർ ഇത് ഉറപ്പ് കൊടുത്തപ്പോൾ നാട്ടുകാർ യുദ്ധത്തിന് ഇറങ്ങുന്നവർ പറഞ്ഞു, ഞങ്ങളെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാൽ ശരി, നിങ്ങളെ ബലഹീനതൊക്കെ എനിക്ക് മനസ്സിലായിക്കണു എന്ന് പറഞ്ഞുകൊണ്ട് 1ന് 2 എന്ന റേഷ്യോയിലേക്ക് വെട്ടിത്തിരുത്തി കൊടുക്കുകയാണ്. അള്ളാഹു സർവജ്ഞാനിയായ അള്ളാഹു, സർവശക്തനായ അള്ളാഹു, മലക്കളയും കൊണ്ട് യുദ്ധത്തിന് വന്ന അള്ളാഹു തിരുത്തിയ സാഹചര്യം ഇബ്നു കസീർ കൊടുത്തിട്ടുണ്ട്. ഇബ്നു കസീറും വാഹിദിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇബ്നു ഇഷാഖ് റെക്കോർഡഡ് ദാറ്റ് ഇബ്നു അബ്ബാസ് സെറ്റ്, when this ayah was revealed, it was difficult for the Muslims, for they thought it was burdensome, since 20 should fight 200 and 100 against 1,000. Allah made this ruling easy for them and abrogated this ayah with another ayah. അബ്രഗേറ്റ് ചെയ്തു, വെട്ടി തിരുത്തി. ആദ്യം പറഞ്ഞത് തിരുത്തിയിട്ട് റേഷ്യോ മാറ്റിക്കൊടുത്തു. അതാണ് സംഭവം. ഇനി 67. ഒരു പ്രവാചകനും നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ഇഹലോകത്തെ ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു, അള്ളാഹു ആകട്ടെ പരലോകത്തെയും ഉദ്ദേശിക്കുന്നു. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. ഇത് സംഭവം വളരെ രസകരമായ സംഭവമാണ്. ഇതിൻ്റെ സന്ദർഭവും ഇതിൻ്റെ വ്യാഖ്യാനങ്ങളും ഒക്കെ വളരെ ശ്രദ്ധേയവുമാണ്. ഞാനൊരു വാക്യം ഒന്നുകൂടെ വായിക്കാം. ഒരു പ്രവാചകനും നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ ഇഹലോകത്തെ ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു, അള്ളാഹു ആകട്ടെ പരലോകത്തെയും ഉദ്ദേശിക്കുന്നു. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അടുത്ത വാക്യം കൂടെ വായിക്കാം. 68. അള്ളാഹുവിങ്കൽ നിന്നുള്ള നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഈ 2 വാക്യങ്ങൾ അവതരിച്ച സന്ദർഭം ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച ആളുകളെയും ബദർ യുദ്ധത്തിൽ ഗനീമത്തായി കിട്ടിയ സാധനങ്ങളെയും വീതം വെക്കുന്നത് സംബന്ധിച്ചും ആ ആളുകളെ എന്ത് ചെയ്യണമെന്നത് സംബന്ധിച്ചും മുഹമ്മദിനുണ്ടായ ആശയക്കുഴപ്പങ്ങളും മുഹമ്മദിൻ്റെ അണികൾക്കിടയിലുണ്ടായ അഭിപ്രായ ഭിന്നതയും അള്ളാഹുവിനുണ്ടായ ആശയക്കുഴപ്പവും, ഇതാണ് ഈ 2 വാക്യങ്ങളുടെ പശ്ചാത്തലമായിട്ട് തഫ്സീറുകളിൽ കാണുന്നത്. സബബുൻ നുസൂലായിട്ട് വാഹിദിയിലൊക്കെ വന്നിട്ടുള്ളത്. വാഹിദിയിൽ വന്നിട്ടുള്ള സബബുൻ നുസൂൽ ഇതാണ്. ഉമർ ബിൻ ഖത്താബ് ഹു സെറ്റ്, when the army of the believers met the army of the unbelievers at Badr and the idolaters were defeated, 70 men of them were killed and another 70 captured. The messenger of Allah consulted Abu Bakr, Umar and Ali about what to do with the prisoners. Abu Bakr said, O Prophet of Allah, these are our brothers, cousins and sons of our clan, and my opinion is that you accept a ransom for them, so that
what we make for them will be an added strength for us against the unbelievers. And happily, Allah will guide them to Islam and be a support to us. The Messenger of Allah then asked, "What do you think, O son of Al-Khattab?" He said, "By Allah, I do not agree with Abu Bakr. My opinion is that you give me so and so, a relative of Umar, so that I behead him, and give Aqil to Ali so that he behead him, and so, that is Al-Abbas to Hamza, so that he behead him. In this way, Allah will know that there is no complaisance on our hearts towards the idolaters. These are their notables, leaders and chiefs. The messenger of Allah liked what Abu Bakr said and disliked what I said, and so he accepted a ransom from them. The following day, Umar said, I went to see the Prophet and found him sitting with Abu Bakr. They were both crying. I said, O Messenger of Allah, what is that makes you and your companion weep? If I can cry, I will cry with you. If not, I will feign crying. The Prophet said, I am crying because of the suggestion of ransoming the prisoners, which your fellow believers advised me to do. Your chastisement was closer to you than this tree. And he pointed to a nearby tree. Allah had revealed. ഈ ആയത്ത് ഇറങ്ങിയതിൻ്റെ സന്ദർഭമാണ് വാഹിദി ഈ പറഞ്ഞത്. ഇവിടെ പരിഭാഷയിലൊക്കെ കുറേ വെള്ളം ചേർത്തിട്ടുണ്ട്. ഒരു പ്രവാചകനും ശത്രുക്കളെ കീഴടക്കി നാട്ടിൽ ശക്തി പ്രാപിക്കുന്നതുവരെ യുദ്ധത്തടവുകാരുണ്ടായിരിക്കാൻ പാടുള്ളതല്ല എന്നൊന്നുമല്ല ഖുർആനിലുള്ളത്. ഒരു പ്രവാചകനും ഒരു നാട്ടിലുള്ളവരെ മുഴുവൻ സ്ലോട്ടർ ചെയ്യുന്നത് വരെ, അങ്ങനെയാണ് ഇംഗ്ലീഷ് പരിഭാഷയിലൊക്കെ കൊടുത്തിട്ടുള്ളത്, സ്ലോട്ടർ ചെയ്യുന്നത് വരെ, സമ്പൂർണ്ണമായിട്ട് അവരെ കൊന്നൊടുക്കുന്നത് വരെ തടവുകാരുണ്ടാക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ഇഹത്തെയും ക്ഷണികമായ നേട്ടം ആഗ്രഹിക്കുന്നു, അള്ളാഹു ആകട്ടെ പരലോകത്തെ ഉദ്ദേശിക്കുന്നു. അള്ളാഹു പ്രതാപിയും യുക്തിമാനുമാകുന്നു. അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഇവിടെ എന്താണ് പ്രശ്നം? ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിച്ച 70 പേര്, ആ 70 പേരിൽ മുഹമ്മദിൻ്റെ എളാപ്പന്മാരുണ്ടായിരുന്നു, അബ്ബാസ് ഉണ്ടായിരുന്നു, സ്വന്തം കുടുംബത്തിൽപ്പെട്ട, സ്വന്തം രക്തത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ആ 70 പേരായ തടവുകാരെ എന്ത് ചെയ്യണം എന്ന കാര്യത്തിൽ മുഹമ്മദിന് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. മുഹമ്മദിന് ചില പദ്ധതികളുണ്ടായിരുന്നു. മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്ന പദ്ധതികൾ മുഹമ്മദിൻ്റെ മനസ്സ് എത്രമാത്രം വൃത്തികെട്ടതായിരുന്നു എന്നതിൻ്റെ ഒന്നാം തരം തെളിവാണ്. കാരണം മുഹമ്മദ് മനസ്സിൽ വിചാരിച്ചിരുന്നത് മുഹമ്മദിൻ്റെ സ്വന്തക്കാരെ എന്തെങ്കിലും ഞൊണ്ടിന്യായം പറഞ്ഞിട്ട് കൊല്ലാതെ ഒഴിവാക്കുകയും അല്ലാത്തവരെ മുഴുവൻ കൊല്ലുകയും ചെയ്യുക എന്നതായിരുന്നു മുഹമ്മദിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ അത് എങ്ങനെ ചെയ്യാൻ മുഹമ്മദ് മടിച്ചു നിന്നു. കാരണം മുഹമ്മദിന് ഉമ്മറിനെയോ അബൂബക്കറിനെയോ ഒന്നും തീരെ പരിഗണിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നില്ല. അതുകൊണ്ട് മുഹമ്മദ് ആദ്യം ഉമ്മറിൻ്റെ അടുത്ത് ചോദിച്ചു, എന്താണ് ഇവരെ ചെയ്യേണ്ടത്? അപ്പോൾ ഉമ്മർ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ്? അബ്ബാസിനെ പിടിച്ച് ഹംസനെ ഏൽപ്പിക്കുക, ഹംസ അബ്ബാസിനെ കൊല്ലുക, സ്വന്തം സഹോദരനെ കൊല്ലുക. ആക്കിലിനെ പിടിച്ച് അലിയെ ഏൽപ്പിക്കുക, ആക്കിലിനെ അലി കൊല്ലുക. എന്ന് വെച്ചാൽ അലിയുടെ സഹോദരനെ അലി കൊല്ലുക, അബ്ബാസിൻ്റെ സഹോദരനെ അബ്ബാസ് കൊല്ലുക, എൻ്റെ സഹോദരനെ എനിക്ക് തന്നാൽ ഞാൻ അവനെ കൊല്ലും. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ സ്വന്തക്കാരെ തന്നെ കൊല്ലാൻ ഏൽപ്പിച്ചുകൊണ്ട് ഈ 70 പേരെയും കൊന്നു കളയണം. കാരണം നമുക്ക് ബഹുദൈവ ആരാധന, നമുക്ക് ഇവരുടെ ഈ സിർക്ക്, ആ സിർക്കിനോട് ഒട്ടും താല്പര്യമില്ല എന്നും രക്തബന്ധത്തിനേക്കാളൊക്കെ വലുത് നമുക്ക് അള്ളാഹുവിനോടുള്ള സൗഹീദാണ് എന്നും അള്ളാഹുവിനെ ബോധ്യപ്പെടുത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഈ മുശ്രിക്കുകളുടെ നേതാക്കന്മാരാണ് അവർ നമ്മുടെ സ്വന്തക്കാരാണെങ്കിൽ പോലും മുശ്രിക്കുകളുടെ നേതാക്കന്മാരാണ്. അതുകൊണ്ട് നമുക്ക് ഇവരെല്ലാവരും കൊന്നുകളയാം എന്ന് ഉമ്മർ അഭിപ്രായം പറഞ്ഞു. അത് കഴിഞ്ഞ് അബൂബക്കറിൻ്റെ അടുത്ത് പോയിട്ട് മുഹമ്മദ് അഭിപ്രായം ചോദിച്ചു. അപ്പോൾ അബൂബക്കർ പറഞ്ഞു, നമുക്ക് ഇവരെല്ലാവരെയും പൈസ വാങ്ങിയിട്ട് മോചിപ്പിക്കാം. ഇത് ബദർ യുദ്ധം തുടങ്ങുന്ന സമയത്ത് മുഹമ്മദ് യോദ്ധാക്കൾക്ക് ഓഫർ ചെയ്തതാണ്. ഓരോരുത്തർക്കും കിട്ടിയവർക്ക് എന്ന് പറഞ്ഞ് ഗനീമത്തിൽപ്പെട്ടതാണ് തടവുകാർ. ആ തടവുകാരെ വിറ്റ് കാശാക്കാം എന്നതുകൊണ്ടാണ് എല്ലാവരും തടവുകാരെ കൊല്ലാതെ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ കഥ ഒരുപാടുണ്ട്. നമ്മൾ വാളേന്ത്യ പ്രവാചകനിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. ആ തടവുകാരെ പൈസ കൊടുത്തിട്ട് നമുക്ക് മോചിപ്പിക്കാം എന്ന് പറയും. അതിൻ്റെ കൂടെ അവരൊക്കെ നമ്മുടെ
സ്വന്തക്കാർ സഹോദരങ്ങളും അമ്മാവന്മാരും എളാപ്പാരും ഒക്കെ ആണല്ലോ എന്നും കൂടെ അബൂബക്കർ പറയുന്നുണ്ട്. അതുകൊണ്ട് പൈസക്ക് പകരം മോചിപ്പിച്ച് വിടാം, കൊല്ലണ്ട എന്ന് അബൂബക്കറും അഭിപ്രായം പറഞ്ഞു. ഈ രണ്ട് അഭിപ്രായങ്ങളും മുഹമ്മദിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. മുഹമ്മദിൻ്റെ പദ്ധതി മുഹമ്മദിൻ്റെ സ്വന്തക്കാരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ട് മറ്റുള്ളവരെയൊക്കെ കൊല്ലുക എന്നതായിരുന്നു. അപ്പോഴാണ് അബൂബക്കർ പറഞ്ഞതനുസരിച്ച് ചെയ്തില്ലെങ്കിൽ അബ്ബാസിനെ കൊല്ലേണ്ടി വരും, ആക്കിലിനെ കൊല്ലേണ്ടി വരും, മുഹമ്മദിൻ്റെ സ്വന്തക്കാരെ കൊല്ലേണ്ടി വരും. അത് മുഹമ്മദിന് തൽക്കാലം ഇഷ്ടമായിരുന്നില്ല. പക്ഷേ ബാക്കിയുള്ളവരെ കൊല്ലണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. എല്ലാവരെയും കൊല്ലാനാണ് ഉമ്മർ പറഞ്ഞത്, അബൂബക്കർ ആരെയും കൊല്ലണ്ട എന്നാണ് പറഞ്ഞത്. മുഹമ്മദിന് ഇഷ്ടം അബൂബക്കർ പറഞ്ഞ കാര്യമായിരുന്നു എന്നാണ് ഉമ്മർ പറയുന്നത്. അവിടെ അള്ളാഹുവിനെയൊന്നും ഉമ്മർ കാണുന്നില്ല. ഉമ്മർ മുഹമ്മദിൻ്റെ ഇഷ്ടം തന്നെയാണ് പറയുന്നത്. ഇവിടെ ആ ഉമ്മറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അബൂബക്കറിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിയതിന് ശേഷം അതിന് മുഹമ്മദിനെ തന്നെ അള്ളാഹു കുറ്റം പറയുന്നതായിട്ട് ഒരു നാടകം കളിച്ചതാണ് മുഹമ്മദ്. ആ നാടകമാണ് ഈ രണ്ട് വാക്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടമായില്ല ഇവരെ വെറുതെ വിട്ടതും പൈസ വാങ്ങി വിട്ടതും. അള്ളാഹു ഇവരെ കൊല്ലണം എന്നാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു നാട് സമ്പൂർണ്ണമായിട്ട് കീഴടക്കി അധികാരം സ്ഥാപിക്കുന്നത് വരെ തടവുകാരെ വെച്ചുകൊണ്ടിരിക്കുകയോ തടവുകാരെ മോചിപ്പിക്കുകയോ ചെയ്യുക അല്ല വേണ്ടത്, അവരെ കൊന്നൊടുക്കുകയാണ് വേണ്ടത് എന്ന അഭിപ്രായമാണ് അള്ളാഹു ഇവിടെ ആയത്തായിട്ട് പറയുന്നത്. എന്നിട്ട് പൈസക്ക് വെറുതെ വിട്ട അബൂബക്കറിൻ്റെ അഭിപ്രായത്തിനനുസരിച്ച് ചെയ്ത മുഹമ്മദിനെയും അബൂബക്കറിനെയും അള്ളാഹു ചീത്ത പറയുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ഉമ്മറിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉമ്മറിൻ്റെ നിലപാടിൻ്റെ ഒപ്പമാണ് അള്ളാഹു, അബൂബക്കറിൻ്റെ നിലപാടിൻ്റെ ഒപ്പമാണ് മുഹമ്മദ്. എന്നിട്ട് മുഹമ്മദ് അബൂബക്കറിൻ്റെ നിലപാടനുസരിച്ച് കാര്യങ്ങൾ നടത്തി. എന്നിട്ട് അള്ളാഹു മുഹമ്മദിനെ ചീത്ത പറയുന്നു. അപ്പോൾ എന്തായി? ഉമ്മറിന് സമാധാനമായി, അബൂബക്കറിന് സമാധാനമായി, മുഹമ്മദ് ഉദ്ദേശിച്ച കാര്യവും നടന്നു. ഇതാണ് ഇവിടെ നടക്കുന്നത്. ഇതുപോലെയുള്ള നാടകങ്ങൾ, പൊറാട്ട് നാടകങ്ങൾ മുഹമ്മദിൻ്റെ ചരിത്രത്തിൽ നമുക്ക് ഉടനീളം കാണാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ പരിശോധിക്കാൻ പോകുന്ന ഖുർആൻ വചനങ്ങളിൽ ഇത്തരത്തിലുള്ള പൊറാട്ട് നാടകങ്ങൾ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും. കബളിപ്പിക്കുക, കൂടെയുള്ളവരെ കബളിപ്പിക്കുക, കൂടെയുള്ള അനുയായികളെ കബളിപ്പിക്കുക, എതിരാളികളെ ചതിക്കുക, കബളിപ്പിക്കുക, ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ മാറ്റിയും മറിച്ചും വെട്ടിയും തിരുത്തിയും ഓരോരോ ഉഡായിപ്പുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതായിരുന്നു മുഹമ്മദിൻ്റെ സ്ഥിരം പരിപാടി. ഇനി ഇതിൽ 68-ാമത്തെ വാക്യത്തിൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. എന്താണ് ഇവിടെ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു നിശ്ചയം മുൻകൂട്ടി ഉണ്ടായിരുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വാങ്ങിയതിൻ്റെ പേരിൽ നിങ്ങളെ വമ്പിച്ച ശിക്ഷ ബാധിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഏത് വാങ്ങിയതിൻ്റെ പേരിൽ? ഈ തടവുകാരെ മോചിപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ അള്ളാഹു നേരത്തെ നിങ്ങൾക്കൊരു ഓഫർ തന്നുപോയി, അതുകൊണ്ട് അള്ളാഹു ഇത് അംഗീകരിച്ചിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ കാണായിരുന്നു കേട്ടോ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ശിക്ഷ എന്ന്. ഇതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്താണ് മുൻകൂട്ടി അള്ളാഹു നിങ്ങൾക്ക് ഒരു ഓഫർ തന്നത്? ആ ഓഫർ തന്നതിനെക്കുറിച്ച് ഇബ്നു കസീർ പറയുന്നു, ഇൻ ദ പ്രിസർവ്ഡ് ബുക്ക് that war spoils and prisoners of war will be made allowed for you. നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഹദീസ് വായിച്ചുകൊണ്ട് പറഞ്ഞല്ലോ, യുദ്ധത്തടവുകാരെ വിറ്റ് കാശാക്കാനും യുദ്ധത്തിൽ കിട്ടിയ മുതൽ അനുഭവിക്കാനും മുഹമ്മദിനും മുഹമ്മദിൻ്റെ അനുയായികൾക്കും പ്രത്യേക അനുവാദം അല്ലാഹു കൊടുത്തിട്ടുണ്ട് എന്ന്. അതാണ് ഇവിടെ ഇബ്നു കസീർ പറയുന്നത്, ഇൻ ദി പ്രിസർവ്ഡ് ബുക്ക്, അള്ളാഹിൻ്റെ കസേരൻ്റെ ചുവട്ടിലുള്ള ആ വലിയ കിതാബിൽ നിങ്ങൾക്ക് കൊള്ള മുതലും തടവുകാരും അനുവദിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അള്ളാഹിൻ്റെ വലിയ കിതാബിൽ കൊള്ള മുതലും തടവുകാരും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്ക് യോദ്ധാക്കൾക്കും മുഹമ്മദിനും അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടുണ്ട് എന്ന് നേരത്തെ പറഞ്ഞ് ഞാൻ പെട്ടുപോയി. ഇല്ലെങ്കിൽ കാണാമായിരുന്നു നിങ്ങളെ പൈസ വാങ്ങിയിട്ടുള്ള വെറുതെ വിടൽ, നിങ്ങളെ ഞാൻ അപ്പം തന്നെ ശരിയാക്കുമായിരുന്നു എന്നാണ് അള്ളാഹു ഖുർആനിലൂടെ ഭീഷണി മുഴക്കുന്നത്. അപ്പോൾ അള്ളാഹു നേരത്തെ പറഞ്ഞ് പെട്ടുപോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞങ്ങളെ ശരിയാക്കുമായിരുന്നു എന്ന്. എങ്ങനെയുണ്ട് അള്ളാഹു? ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം. ഇതാ ഇബ്നു അബ്ബാസ് പറയുന്നു, തടവുകാരെ വിറ്റ് അതിൻ്റെ പൈസ വാങ്ങിയതിന് അള്ളാഹു അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. നിങ്ങൾ ചെയ്തത് തീരെ ശരിയായില്ല, പക്ഷേ നിങ്ങൾക്ക് ഞാൻ ഒരു ഓഫർ
നേരത്തെ തന്നുപോയി. ഈ ബദറിലും അതുപോലുള്ള യുദ്ധങ്ങളിലും മുഹമ്മദിൻ്റെ കൂടെ ഉള്ളവർക്ക് കൊള്ള മുതലും തടവുകാരും സ്വത്തായി ഞാൻ അനുവദിച്ചു പോയി. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം നിങ്ങളെ വെറുതെ വിടുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു ഇവരെ ഭീഷണിപ്പെടുത്തുകയാണ്. എന്തിനു വേണ്ടി? ഉമ്മറിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്. ഉമ്മറിൻ്റെ അഭിപ്രായം നടപ്പിലാക്കാതെ അബൂബക്കറിൻ്റെ അഭിപ്രായം നടപ്പിലാക്കിയപ്പോൾ ഉമ്മറിന് അതിൽ അസംതൃപ്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അള്ളാഹു വന്നിട്ട് ഉമ്മറിനെ സന്തോഷിപ്പിക്കുകയും മുഹമ്മദിനെ അബൂബക്കറിനെയും ചീത്ത പറയുകയും ചെയ്തുകൊണ്ട് ഒരു പൊറാട്ട് നാടകം. ഇതാണ് ഈ 2 വാക്യങ്ങൾ. അടുത്ത വാക്യം മുതൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം.